ഹായ് സൗമ്യാണ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പ്രാങ്ക് കോളിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മൾ രസകരമായിട്ടുള്ള പ്രാങ്ക് കോളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തീരെ നിലവാരം കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്രാങ്ക് കോളിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആർ ജെ അഞ്ജലി അറിയാത്തവരായിട്ട് ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ. റെഡ് എഫ് എമ്മിലൊക്കെ നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ തീരെ നിലവാരം കുറഞ്ഞതും അതുപോലെ തന്നെ അടുത്തുള്ള കോൾ ചെയ്യുന്ന വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിലൊക്കെ ഒരു കോൾ ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ ഒരു ആരോപണം. എന്താണെന്ന് വെച്ചാൽ ഒരു മെഹന്തി ഡിസൈനർ വിളിച്ചിട്ട് അവരുടെ അടുത്ത് മെഹന്തി ഇടുന്നത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാനത് പ്ലേ ചെയ്യുന്നില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. ആ ഓരോ ശരീരത്തിൻ്റെ ഭാഗത്തിന് ഇതിനെത്രയാണെന്ന് ചോദിച്ചിട്ട് ഓരോ ഭാഗത്തിനെയും വൃത്തിയായിട്ട് രീതിയിൽ സംസാരിച്ചിട്ട് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ എതിർവശത്തിരിക്കുന്ന വ്യക്തി നല്ല മാന്യമായിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട്. ഏതാണ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഉത്തരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരത് എത്രത്തോളം വൾഗറാക്കാൻ പറ്റും അത്രത്തോളം വൾഗറാക്കാനുള്ള ശ്രമമാണ് കേട്ടോ ആ വീഡിയോയിൽ. സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു കിടപ്പുണ്ട് ആ വീഡിയോ. പക്ഷെ ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നില്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇവർ ഈ ഒരു ശരീരഭാഗത്തെ വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു കുറേ നാൾക്ക് മുന്നേ കണ്ടതാണ്. ഇപ്പോഴാണ് ഇതിനൊരു റെസ്പോൺസ് വന്നത് ആൾക്കാരിൽ നിന്നും കേട്ടോ. സമൂഹത്തിൽ നിന്നും ഇത്തരത്തിലൊരു റെസ്പോൺസ് വന്നത് ഇപ്പോഴാണ്. ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം. പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിലെ പാർക്കിംഗ് തന്നിടത്താണ് നമ്മൾ. അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോൾ ഫ്രൈ ആയി. ഇതാണ് ഞാൻ പറഞ്ഞൊരു ആ വീഡിയോ. ഇതിൽ വേറൊരു വിഷയം, കൂടെ ഇരിക്കുന്ന കുട്ടി കുറേ സംസാരിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അവൾക്ക് പറയാനുള്ള ആ ഒരു വൃത്തിയായിട്ട് രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അഞ്ജലിയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു വേറൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പറയണത് കേള് നിങ്ങള്. പറഞ്ഞോളൂ. ഞാൻ ഇട്ടോണ്ടിരിക്കുന്ന ഫോട്ടോ മതി, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും. ഞാൻ വീട്ടിൽ വന്നപ്പോ അമ്മ എന്നെ തുറപ്പേറിഞ്ഞു. എന്നെ നീ അടികീറിയ നിക്കറായി ഇത് വാങ്ങിച്ചെന്ന് ചോദിച്ചു. ഈ വീഡിയോയിൽ ഹൈലൈറ്റ് അതാണ് കേട്ടോ. അവർക്ക് അടികീറിയ നിക്കറും അടികീറിയ നിക്കറിൻ്റെ ഫോട്ടോയും ഇതൊക്കെയാണ് അവരുടെ ഹൈലൈറ്റ്. എന്തിനാണ് ഇങ്ങനെ അല്ലേ? നമ്മുടെ നിലവാരം താന്നുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മളെ പോലെയുള്ള കുറേ യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്യാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പുരുഷനോ അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യുന്ന ഏതെങ്കിലും പയ്യന്മാരോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാണെങ്കിൽ പിന്നെ അത് സ്ത്രീകളെ അവഹേളിച്ചതായി അല്ലേ, സ്ത്രീകളെ അത് ചെയ്തതായി പക്ഷേ ഇവർ ഇത്രയും അതും പബ്ലിക്കിൽ ഇതെങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക്കിലോട്ട് ഇടുന്നതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇതെങ്ങനെ പബ്ലിക്കിലോട്ട് ഇടുമെന്ന് ചിന്തിക്കും അല്ലേ. ഈ ചെയ്ത വീഡിയോസ് ഒന്ന് ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, നീ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലെങ്കിലും ഫാമിലി മെമ്പേഴ്സിനോ ഈ വീഡിയോ കൊള്ളാമോ, ഞാൻ ഇപ്രാവശ്യം ചെയ്ത വീഡിയോ കൊള്ളാമോ, ഒരിക്കലും പറഞ്ഞില്ലായിരിക്കുമോ? ഒരാളുകളും പറഞ്ഞില്ലേ ഇത് വേണ്ട, ഇത് പബ്ലിക്കിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ ഫേമസ് ആകുന്നത്? ഇത്തരം നിലവാരം വിദ്യാഭ്യാസം കൂടിയാലും പ്രശ്നം, അതിൽ സെലിബ്രിറ്റി ആയാൽ അല്ലേ, ഫേമസ് ആയാലും കുറ്റം, ഫേമസ് ആയാലും പ്രശ്നം. എന്താണെന്ന് അറിയില്ല. എന്തായാലും ആർ ജെ അഞ്ജലിയിൽ നിന്നും ഇതിങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതിനകത്തുള്ള പൊങ്കാല കണക്ക് ഇഷ്ടംപോലെ കമൻസ് വരുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ആ വാക്കും, അതായത് ആ കുട്ടി പറഞ്ഞ ആ വാക്കും അഞ്ജലിയുടെ പേരും ഇനി അറിയുന്ന പേര് ആർ ജെ അഞ്ജലി എന്നല്ല, ആ ഡാഷ് അഞ്ജലി എന്നുള്ള പേരിൽ അറിയപ്പെടണം എന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അഞ്ജലിയുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട്. എന്തായാലും ഈ എതിരെ നിന്ന് ഈ ഒരു വ്യക്തി കേസ് കൊടുത്തുനിന്നും അല്ലെങ്കിൽ പരാതി കൊടുത്തുനിന്നും ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരിക്കലും നമ്മൾ നിലവാരം കുറഞ്ഞ താഴോട്ട് ഒരു കാര്യത്തിലും കേട്ടോ. നിസ്സാരം വീഡിയോ ചെയ്യുന്നതിലായിരുന്നാലും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, നമുക്കൊരു നിലവാരമുണ്ട്. അത് വെച്ച് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോവുക ആരായിരുന്നാലും. ഓക്കെ, എനിക്ക് ഇത്രയും പറയാനുള്ളൂ കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.